നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു തീർത്ഥയാത്രയെക്കുറിച്ചാണ്. ഒരുപാട് ദിവസങ്ങൾ നീളുന്നൊരു യാത്രയൊന്നുമല്ല, പക്ഷേ മനസ്സിനേറെ അടുത്ത് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. എനിക്കേറെ ഹാപ്പിനെസ് തോന്നിയ കാര്യം അൺഎക്സ്പെക്റ്റഡായിട്ട് പോയൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഒരുപാട് നാളായിട്ട് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാൻ കിട്ടിയപ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അങ്ങനൊരു ഡേ ആയിരുന്നു. ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെയാണ്, പക്ഷേ പുറത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കും ഇവിടെ കൂടുതൽ, സ്പെഷ്യലി നമ്മളെ കർണാടകക്കാർ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. വർഷത്തിൽ ഏകദേശം 28 ദിവസങ്ങൾ മാത്രം തുറക്കുന്ന ഒരു അപൂർവവും വിശുദ്ധവുമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെയാണെന്ന്. അതെ, നമ്മൾ കണ്ണൂർ കൊട്ടിയൂർ ടെമ്പിൾ. ഇപ്പോൾ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരുപാട് എത്താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണല്ലോ. അങ്ങനെ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ആദ്യം നമ്മൾ പോകുന്നത് അക്കരെ കൊട്ടിയൂരിലേക്കാണ്. വർഷത്തിൽ ഏകദേശം 28 ദിവസങ്ങൾ മാത്രം തുറക്കുന്നൊരു വിശുദ്ധ സ്ഥലമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥിരമായ ക്ഷേത്ര നിർമ്മാണം ഇല്ല. ഒരു ടെമ്പററി ആയിട്ട് ഓലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ഷെഡ് പോലെയുള്ള ടെബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പൂജകൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ലോർഡ് ശിവ സ്വയം പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രഷ്യസ് ആണ് ഈ സ്ഥലം. ആ ശിവലിംഗം മണ്ണിനടിയിൽ സംരക്ഷിച്ചിട്ടുള്ളതും ഉത്സവകാലത്ത് മാത്രമാണ് പൂജകളും ദർശനവും നടക്കുന്നത്. ബാവലി പുഴ കടന്നിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് തന്നെ. അതന്നെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് സ്പിരിച്വലി. ഇവിടുത്തെ ഐതിഹ്യം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ്. സതീദേവിയുടെ ആത്മാഹുതിയും ശിവൻ്റെ ദിവ്യശക്തിയും ഓർക്കുന്നൊരു സ്ഥലം. അക്കരക്കുട്ടിയുടെ ദർശനം കഴിഞ്ഞ് നാം പോകുന്നത് ഇക്കരക്കുട്ടിയിലേക്കാണ്. ഇക്കരക്കുട്ടി നമുക്ക് ദിവസം തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. ഈ യാത്ര ഒരു സാധാരണ യാത്രയല്ല, മനസ്സിനൊക്കെ ശാന്തമാക്കുന്ന ഒരു ആത്മീയ അനുഭവം തന്നെയാണ്. നമ്മളെ ഒന്ന് തണുപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് ഇങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ കൊട്ടിയൂർ എന്ന് പറയുന്നതും ഒരു വിശ്വാസം മാത്രമല്ല, അത് ഹിസ്റ്റോറിക്കലായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ആംബിയൻസ് അതും അടിപൊളിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഫീലിംഗ് അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷേ എനിക്കതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയാൽ മഴ വന്നാൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാറുണ്ട്. പ്രദക്ഷിണം നടത്താനും ദർശനം ചെയ്യാനും കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ മൊത്തത്തിൽ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായി തോന്നിയത്. പിന്നെ എനിക്കിങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും കൂടെ ആയിരിക്കും കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രദക്ഷിണം നടത്തുമ്പോൾ കിട്ടുന്ന ആ തണുപ്പുണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അത് ഉള്ളിലേക്ക് വരെ എത്തുന്നൊരു ഫീലിംഗാണ് തോന്നാറ്. തിരിച്ചു വരുമ്പോഴും കിട്ടുന്ന ആ ഒരു പീസ്, ഒരു സ്പെഷ്യൽ സമാധാനം, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ലഭിക്കും. അത് അനുഭവിച്ചാൽ മാത്രമേ ശരിക്കും മനസ്സിലാവുള്ളൂ. ചിലർക്ക് അതത്ര സ്പെഷ്യലായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നവർക്ക് അതൊരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവിടെ പോകുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളാണ് പ്രധാനമായും, കന്നഡക്കാരാണ് കൂടുതലായിട്ട് കാണുന്നത്. പുഴയിൽ കുളിക്കുന്നതും അവരുടേതായ ആചാരങ്ങളെല്ലാം പാലിക്കുന്നതും അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ ശ്രദ്ധ ഉള്ള പോലെ നമുക്ക് തോന്നും. നമ്മൾ പിന്നെ അടുത്തുള്ളത് കൊണ്ടും പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ കാഷ്വലായിട്ട് ക്ഷേത്രത്തിൽ കയറുമ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവരങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു വിശ്വാസികളാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്. നമ്മൾ പോയ ദിവസങ്ങളിലൊക്കെ, അല്ലാത്ത ദിവസങ്ങൾ അതിലേറെ നല്ല തിരക്കുണ്ടാവും. അഭിഷേകം ഇളനീരിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഉത്സവ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം കാത്തിരിക്കണം. അതായത് വർഷത്തിൽ ആകെ 28 ദിവസങ്ങളിൽ മാത്രമാണ് ഈ വൈശാഖ മഹോത്സവം നടക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇനി ഈ ക്ഷേത്രം തുറക്കുന്നത്. ഇക്കരക്കുട്ടിയൂർ പക്ഷേ എപ്പോഴും തുറന്നിരിക്കുന്ന കേട്ടോ. അവിടെ അങ്ങനെ കണ്ടീഷൻസ് ഇല്ല, ഡെയിലി ദർശനമൊക്കെ ഉണ്ട്. ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ. അപ്പോൾ ഹിസ്റ്റോറിക്കലായാലും സ്പിരിച്വലായാലും ഒക്കെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. വെള്ളത്തിൽ കൂടെ പോയോ? ആരെ കണ്ടേ? അമ്മമ്മയെ കണ്ടു. അമ്മമ്മേനെ കണ്ടത്? ചാമീനെ കണ്ടോ?